എല്ലാവർക്കും നമസ്കാരം. ബാംഗ്ലൂരിൽ നിന്ന് വൺ ഡേ ട്രിപ്പ് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ശിവനസമുദ്ര വാട്ടർഫോൾസ്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 130 കിലോമീറ്ററാണ് വാട്ടർഫോൾസിലോട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വൺ ഡേ ട്രിപ്പിന് പറ്റിയൊരു സ്പോട്ടാണ്. ഞങ്ങൾ രാവിലെ തന്നെ യാത്ര പുറപ്പെട്ടു. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു തുടക്കത്തിൽ ബാംഗ്ലൂർ. പിന്നീട് അങ്ങോട്ട് നൈസ് റോഡിലോട്ടും അവിടെ നിന്ന് അങ്ങോട്ട് എക്സ്പ്രസ് ഹൈവേ കയറിയതോടെ ബ്ലോക്കെല്ലാം മാറി. ഒട്ടും തിരക്കില്ലാത്ത നല്ലൊരു റോഡായിരുന്നു. ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഓൺ ദ വേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, പുറത്തുനിന്നാണ് കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്ഥലം നേരത്തെ കണ്ടുവയ്ക്കുക. ഞങ്ങളൊരു സ്പോട്ട് ഓൾറെഡി കണ്ടുവച്ചിരുന്നു. ഈ വാട്ടർഫോൾസിനെ പറ്റി പറയുകയാണെങ്കിൽ ഗഗനചുക്കി, ഭാരചുക്കി എന്നിങ്ങനെ 2 വെള്ളച്ചാട്ടങ്ങൾ കൂടി ചേർന്നാണ് നമ്മൾ ശിവനസമുദ്ര വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ വാട്ടർഫോൾസാണ് ശിവനസമുദ്ര വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. ശിവൻ്റെ സമുദ്രം എന്ന അർത്ഥത്തിലാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ചണ്ണാപട്ടണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയത്. ആ ഷോപ്പാണ് ഈ കാണുന്നത്, പാകശാല. ഈ റൂട്ട് എത്തുന്നത് വരെ വേറെ റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ലാത്തത് കാരണം തന്നെ അത്യാവശ്യം നല്ല തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ചു നേരം ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് ത്രിവർണ്ണ ദോശയാണ് ഷാരു ഓർഡർ ചെയ്തത്, ഞാൻ പൂരിയും. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയായിരുന്നു അത്. അവിടെ തന്നെ വാഷ്റൂം ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നീട് യാത്ര തുടർന്നു. പിന്നീട് അങ്ങോട്ടുള്ള കുറച്ച് യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയിൽ നിന്ന് കുറച്ച് മാറി ഇച്ചിരി ഗ്രാമപ്രദേശം പോലത്തെയൊക്കെ സ്ഥലങ്ങളാണ്. ആ ഒരു പരിസരത്ത് കരിമ്പാണ് അവരുടെ മെയിൻ കൃഷി. കാരണം ലോറികളിലും കാളവണ്ടിയിലും ഒക്കെ ആയിട്ട് ഒരുപാട് കരിമ്പ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പിന്നെ റോഡിൻ്റെ 2 സൈഡിൽ നമുക്ക് കരിമ്പും തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. റോഡാണെങ്കിലും അത്യാവശ്യം നല്ലതായിരുന്നു. ഇനി അങ്ങോട്ട് വാട്ടർഫോൾസിന് അങ്ങോട്ടേക്ക് അടുക്കുന്തോറും ഇടയ്ക്കൊരു 3-4 കിലോമീറ്റർ കുറച്ചൊന്ന് കുണ്ടും കുഴിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ച് ഓടിച്ചാൽ മതി. അല്ലാതെ അങ്ങനെ ബാക്കി സ്ഥലങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല റോഡ് തന്നെയായിരുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാക്സിമം വെയിലില്ലാത്ത സമയം നോക്കി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, മൺസൂൺ സീസണിലാണ് ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. കാരണം വാട്ടർഫോൾസ് ആണെങ്കിലും ആ ഒരു പരിസരത്ത് നമ്മൾ ചെല്ലുമ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഉച്ച സമയം മാക്സിമം ഒഴിവാക്കുക. എത്രയും നേരത്തെ നമുക്ക് ഇറങ്ങാൻ പറ്റുമോ അത്രയും നേരത്തെ ഇറങ്ങുക, കാണുക, തിരിച്ചു വരിക. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ബൈക്ക് റൈഡേഴ്സിന് പറ്റിയൊരു സ്പോട്ട് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ബൈക്കും ഒരു മഴയും അതൊരു പ്രത്യേക കോമ്പിനേഷൻ തന്നെയായിരിക്കും ഈ ഒരു പരിസരത്ത്. ഇടയ്ക്ക് ഇങ്ങനെ കുരങ്ങന്മാരെയൊക്കെ റോഡ് സൈഡിലൊക്കെ കാണാൻ പറ്റുമായിരുന്നു. അല്ലാതെ വേറെ മൃഗങ്ങളെ ഒന്നും കണ്ടില്ല. ചില ഭാഗത്ത് ഇങ്ങനെ ഫോറസ്റ്റ് ഏരിയ എന്നൊക്കെ പറഞ്ഞ് എഴുതി കണ്ടു, പക്ഷേ അങ്ങനെ മൃഗങ്ങളെ ഒന്നും ഇതുവരെ കണ്ടില്ല. അങ്ങനെ നമ്മൾ ആദ്യത്തെ വാട്ടർഫോൾസിൻ്റെ അടുത്തെത്തി. ഇത് പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു 200 മീറ്റർ അങ്ങോട്ടേക്ക് നടക്കാനുണ്ട്. ആ ഒരു ഏരിയ ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം അങ്ങനെ ഭയങ്കര തരിശ് സ്ഥലമാണ്. ഷോപ്പിങ്ങിനൊക്കെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇതാണ് നമ്മളുടെ വാട്ടർഫോൾസ്. പണ്ടൊക്കെ ഈ വാട്ടർഫോൾസിൻ്റെ അടി വരെ നമുക്ക് പോകാൻ പറ്റുമായിരുന്നു എന്നാണ് ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ ഞങ്ങൾ കണ്ടത്. പക്ഷെ ഇപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്, അല്ലാതെ ഇപ്പോൾ അങ്ങോട്ടേക്ക് ആൾക്കാരെ കടത്തി വിടുന്നില്ല. ഇത് ശരിക്കും ഫോട്ടോയിലോ നമ്മളിപ്പോൾ ക്യാമറയിൽ പകർത്തുമ്പോൾ അത്ര ഭംഗി ചിലപ്പോൾ തോന്നിയെന്ന് വരില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു സമയത്ത് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ വെയിലൊന്നും ഇല്ലാത്ത നല്ലൊരു ക്ലൈമറ്റ് ആണെങ്കിൽ ഇത് ആസ്വദിക്കാൻ അടിപൊളിയാണ്. നമുക്കിവിടെ ഇരിക്കാനുള്ള സ്പേസ് കുറവാണ്, പക്ഷേ തണൽ മരങ്ങളുണ്ട്, അതിൻ്റെ സൈഡിൽ പോയി ഇരിക്കാം, അങ്ങനെ വ്യൂ ചെയ്യാം.
ശരിക്കും ഈ സമയത്തൊക്കെ വെള്ളത്തിൻ്റെ ആ ഒരു ശബ്ദമൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കേൾക്കാം. നല്ല രസമായിരുന്നു നേരിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ. ഒരുപാട് നേരം നമുക്ക് കണ്ടു നിൽക്കാൻ തോന്നും. പിന്നെ ബൈനോക്കുലറൊക്കെ ഉപയോഗിച്ച് കൊണ്ടുവന്നിരിക്കുന്നവരുണ്ടായിരുന്നു കുറച്ചുകൂടെ അടുത്ത് കാണാനായിട്ട്. അല്ലാതെ നമ്മൾ അങ്ങോട്ടേക്ക് അടുത്തോട്ട് ഇപ്പോൾ കടത്തി വിടുന്നില്ല. പക്ഷെ അവിടെ പാത്ത് വേ ഒക്കെ പണിയാനായിട്ട് അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. ഐതിഹ്യപ്രകാരം കാവേരി നദി ഇവിടെ വെച്ച് രണ്ടായി സ്പ്ലിറ്റ് ആവുന്നു, അങ്ങനെ ഒരു ദ്വീപ് ഫോം ചെയ്യുന്നു. ആ ദ്വീപിന് ഒരു ആമയുടെ ഷേപ്പാണെന്നും അതിന് ഹിന്ദു മിത്തോളജിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുമാണ് പറയുന്നത്. അവിടെ തന്നെ വാഷ്റൂം ഫെസിലിറ്റീസും ഉണ്ട്, ആവശ്യമുള്ളവർക്ക് അവിടെ ഉപയോഗിക്കാം. പിന്നെ കുതിരപ്പുറത്ത് കയറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ 1-2 കുതിരകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പരിസരത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ റൈഡേഴ്സിന് പറ്റിയൊരു സ്പോട്ടാണ് ശരിക്കും. അതുകൊണ്ട് ഒരുപാട് പേര് ഗ്യാങ്ങായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഓരോ കരിക്കൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇത് ഞങ്ങളുടെ പാർക്കിംഗ് ഏരിയ. അവിടുന്ന് ഞങ്ങൾ പിന്നീട് അടുത്ത വാട്ടർഫോൾസിലോട്ട്, ബാരച്ചുക്കി വാട്ടർഫോൾസിലോട്ട് പോകുമായിരുന്നു. ആ ഒരു റോഡ് കുറച്ചൊന്ന് ചുരുങ്ങിയ റോഡാണ്, അങ്ങനെ വലിയ വീതിയൊന്നുമില്ല. അപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ കുറച്ച് പാടാണ്, പക്ഷെ എന്നാലും അധികം ദൂരമില്ല. സൈഡിൽ തന്നെ നമുക്ക് ലേക്കെല്ലാം കാണാം. കുറച്ച് കാടൊക്കെ പിടിച്ച സ്ഥലമായിരുന്നു, നല്ലൊരു ഏരിയ ആയിരുന്നു അത്. പിന്നെ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ കഴിഞ്ഞാൽ കാണാം കാവേരി റിവറിൻ്റെ ഒരു വ്യൂ പോയിൻറ്റോ അങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ നിർത്തിയില്ല, ഒരുപാട് പേര് അവിടെ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ കൂടി ആയതുകൊണ്ട് ഒരുപാട് കുട്ടികൾ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യ ദിനാശംസകളൊക്കെ നേർന്നിരുന്നു. ഇതാണ് ബാരച്ചുക്കി വാട്ടർഫോൾസിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. 20 രൂപയാണ് ടോട്ടൽ 2 പേർക്കും കൂടി ടിക്കറ്റ് റേറ്റ് വന്നത്. പാർക്കിംഗ് കഴിഞ്ഞ് നമ്മൾ ഒരു 200 മീറ്റർ താഴോട്ട് നടക്കാനുണ്ട്. ഇവിടെയും ചെറിയ ഷോപ്പിങ്ങിനും വെള്ളം കുടിക്കാനും പിന്നെ മറ്റേ പച്ചമാങ്ങ, പേരയ്ക്ക അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ തിന്നാനൊക്കെ ആയിട്ട് നമുക്ക് അവസരമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, മറ്റേ ബൈക്കിൻ്റെ കുറേ ഗ്യാങ്ങൊക്കെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ വണ്ടികളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ വാട്ടർഫോൾസ് അതായത് നമുക്ക് ദൂരെ നിന്ന് കാണാനേ സാധിക്കുകയുള്ളൂ, അടുത്തോട്ട് പോകാൻ പറ്റില്ല. ഇവിടെയും എനിക്ക് തോന്നുന്നു ഇപ്പോൾ കമ്പിവേലിയൊക്കെ കെട്ടി വെച്ചിരിക്കുകയാണ്, നേരത്തെ കടത്തി വിടുമായിരുന്നു എന്നും തോന്നുന്നു. കണ്ടോ, ആ ദൂരെ കാണുന്നതാണ് നമ്മുടെ വാട്ടർഫോൾസ്. ഇത് ബാരച്ചുക്കി ഫോൾസിനെ പറ്റി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ കന്നഡയിലാണെന്ന് എഴുതി വെച്ചിരിക്കുന്നത്, നമുക്കൊന്നും മനസ്സിലായില്ല. ഇതാണ് നമ്മുടെ വാട്ടർഫോൾസ്. ഇത് ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഒരു 200 മീറ്റർ നമ്മൾ താഴോട്ട് നടക്കാനുണ്ട്, ഒരു സ്റ്റെപ്പ് പോലെ. ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം, വെയിലുണ്ടാവും, കുടയും തൊപ്പിയും എടുക്കുക. ഈ വാട്ടർഫോൾസും അതെ, ഒരു ചെറിയൊരു മഴയൊക്കെ ഉള്ള സമയത്തൊക്കെ വരികയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇങ്ങോട്ടേക്കുള്ള റൈഡിങ് ഏറ്റവും അടിപൊളിയായിരിക്കും, എസ്പെഷ്യലി ഫോർ ബൈക്ക് റൈഡേഴ്സ്. ബാംഗ്ലൂരുള്ളവർക്ക് ഒരു 1 ഡേ ട്രിപ്പിന് പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് ശിവനസമുദ്ര വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. ഞങ്ങൾ പക്ഷേ ഇത് 1 ഡേ ട്രിപ്പ് ആയിട്ടല്ല ശരിക്കും പ്ലാൻ ചെയ്തത്. ഇവിടെ നിന്ന് നേരെ മൈസൂർക്കാണ് പോകുന്നത്. 1 ഡേ ട്രിപ്പ് മാറ്റി 2 ഡേ ട്രിപ്പ് ആക്കണമെങ്കിൽ നെക്സ്റ്റ് ഡേ അന്നത്തെ രാത്രി നമുക്ക് സ്റ്റേ ചെയ്യാനും നെക്സ്റ്റ് എക്സ്പ്ലോർ ചെയ്യാനും മൈസൂരായിരിക്കും ഏറ്റവും നല്ലത്. വാട്ടർഫോൾസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തു.
ഈ ഒരു ഏരിയയിൽ വലിയ റെസ്റ്റോറൻറ്റ്സ് ഒന്നും പ്രതീക്ഷിക്കരുത്. അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ആയിട്ട് നമ്മൾ കയ്യിലെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അതല്ല ഔട്ട്സൈഡ് ഫുഡാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ശിവനസമുദ്ര വാട്ടർഫോൾസിൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. ഞങ്ങളിനി യാത്ര തിരിച്ച് ബാംഗ്ലൂർക്കല്ല, നേരെ മൈസൂർക്കാണ്. മൈസൂർ വ്ളോഗ് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. എല്ലാവരും കാണുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിർദ്ദേശങ്ങളും കമൻസായിട്ട് ഇടുക. താങ്ക് യു ഫോർ വാച്ചിങ്.